ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോണെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് 2015-16 കാലഘട്ടത്തിലൊക്കെ നടന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് നമ്മൾ ജൂനിയേഴ്സ് രാവിലെ എഴുന്നേറ്റ് 10 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിൽ ചെല്ലും. ഓഫീസിൽ ചെല്ലുമ്പോൾ തലേന്ന് കേസ് നമുക്ക് ദൂരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയും കേട്ടോ. അപ്പോൾ തലേന്ന് ഇന്ന കോടതിയിലാണ്, വേഗം വരണം, അല്ലെങ്കിൽ നേരത്തെ 9 മണിയാകുമ്പോൾ വരണം, അല്ലെങ്കിൽ 9:30 വരണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ചെല്ലുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കേസ് കെട്ട് ഏതൊക്കെ കോടതിയിലെങ്കിലും പോകേണ്ട കേസ് കെട്ട് എടുത്തു തരും. പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ തുണ്ടുകടലാസിൽ എഴുതി തരുമായിരുന്നു. പിന്നീട് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ മനസ്സിലായി പറയാൻ അറിയാമെന്ന് തോന്നിയപ്പോൾ സാർ പിന്നെ തുണ്ടുകടലാസിൽ എഴുതി തരത്തില്ല, പറഞ്ഞു തരും ഇന്ന കാര്യങ്ങൾ പോയി പറഞ്ഞാൽ മതിയെന്ന് കോടതിയിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ കേസ് കിട്ടും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെന്ന് 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കോടതിയിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. അപ്പോൾ അന്നൊരു ദിവസം എനിക്ക് JFMC 2 ആയിരുന്നു, മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു. അപ്പോൾ കൊല്ലത്താണ് കേട്ടോ. കൊല്ലം JFMC 2-ലാണ് എനിക്ക് അന്ന് പോകേണ്ടത്. അന്ന് ആ കോടതിയിൽ ഇരിക്കുന്നത് വളരെ ഒരു നർമ്മമൊക്കെ ഉള്ളൊരു നല്ല മജിസ്ട്രേറ്റാണ് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആള് ഭയങ്കര സീരിയസ്, ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു കോടതി, ഒരു മജിസ്ട്രേറ്റ് എന്നുള്ള ഒരു ഭയങ്കര ഭാവമൊന്നുമില്ല. വളരെ എല്ലാവരോടും വളരെ കോപ്പറേറ്റീവായിട്ടും ചിരിച്ചും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ വക്കീലന്മാർ തമാശയൊക്കെ പറയുന്നത് കേട്ടിട്ട് പുള്ളിയും ചിരിക്കും, അദ്ദേഹവും ചിരിക്കും. അങ്ങനെയുള്ള ഒരു കോടതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ JFMC 2-ൽ പോകാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ JFMCയിൽ ഞങ്ങളൊരു 2-3 പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് 2-3 വക്കീലന്മാരെയൊക്കെ ജൂനിയേഴ്സിനെ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ തന്നെ ഞങ്ങൾ കൂട്ടിനെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് കെട്ടുമൊക്കെ ആയിട്ട് നമ്മുടെ കോടതിയിലോട്ട് ചെന്നു. സാധാരണഗതി മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങള് പുറത്ത് വന്നിട്ട് നമ്മൾ ജൂനിയർമാര് നമ്മുടെ കേസ് നമ്പർ വിളിക്കുന്നതെന്ന് പറഞ്ഞ് എത്തി വലിഞ്ഞ് കിടന്ന് നോക്കിക്കൊണ്ട് നമ്മൾ അത്രയും നിൽക്കാൻ പറ്റും. നമ്മൾ വാതിലിൽ നിൽക്കില്ല, അത്രയ്ക്ക് ഇടിയാണ്. വക്കീലന്മാരും കക്ഷികളും അതുപോലെ തന്നെ വാദികളും പിന്നെ സാക്ഷികളും പോലീസുകാരും എല്ലാം ഭയങ്കരമായിട്ട് മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിൽ ആദ്യമൊക്കെ ചെല്ലുന്ന കാലങ്ങളിൽ ഇതെന്തോരം തിരക്കാണെന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോട്ടൊക്കെ ഇട്ട് ചെന്ന അഭിമാനത്തോടെ നിൽക്കുന്നത് ഒരു അഭിമാനമായിരുന്നു. അപ്പോൾ ഞങ്ങളെ തന്നെ എത്തി വലിഞ്ഞ് അങ്ങനെ വാതിലിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ ഏറ്റവും അവസാനം ചിലപ്പോൾ നമ്മൾ ട്രയലൊക്കെ വരുന്ന സമയത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടോ കേൾക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എങ്ങാണോ ആണ് നമ്മൾ ആ ബെഞ്ചിൽ ഫാൻ്റെ കീഴിൽ ഇരുന്നിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ഫാൻ്റെ കീഴിൽ ഇരുന്നിട്ടേ ഇല്ല. അപ്പോൾ അന്ന് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് മജിസ്ട്രേറ്റ് കോടതി മുമ്പിൽ ആരുമില്ല. 10:45 ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ എൻ്റെയൊക്കെ ആദ്യമാണ് കേസ് നമ്പർ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 11-10 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തിയപ്പോൾ നിമിഷിനി കുറച്ച് ലേറ്റായിട്ട് എല്ലാവരും വരുമായിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ അകത്ത് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കാനൊരു പേടിയാണ്. കാരണം ഇനി സീനിയേഴ്സ് വരുമ്പോൾ നമ്മളിനി ഇരുന്നാൽ പ്രശ്നമാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉണ്ട്. പുറമേ കാണിക്കത്തൊന്നുമില്ല. നമ്മൾ ഈ കാലിൻ്റെ പാദത്തിൽ നിന്ന് നമുക്ക് വിറയലുണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ബോൾഡല്ലേ. അപ്പോൾ ബോൾഡ് എന്നുള്ളത് പുറമേ അങ്ങനെ ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുക. അപ്പോൾ ചെന്നപ്പം എൻ്റെ കൂടെ ഉള്ളവർ ബാടി നമുക്ക് അവിടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി നല്ല ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഫാനൊക്കെ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടും ഗൗണും നെക്ക് ബാൻഡും എല്ലാം കൂടി കെട്ടി ശ്വാസം മുട്ടി മരിച്ച് വിയർത്തൊഴുകി എങ്ങനെയെങ്കിലും ദൂരി കളഞ്ഞാൽ മതി എന്നുള്ളൊരവസ്ഥ. ആദ്യം കുറച്ച് ദിവസം 6 മാസമൊക്കെ നമുക്ക് ഓക്കെയാണ്, അയ്യോ ഭയങ്കര അഭിമാനം. പിന്നെ അതിനുശേഷം ദൈവമേ ഇതെന്തോ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ വിചാരിക്കും. പിന്നെ എൻ്റെ ഓഫീസ് നല്ല ഓഫീസ്, സാറ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെന്നാൽ മതി അങ്ങനെ. കാരണം നമുക്ക് ക്യാഷോ അങ്ങനെ ഒരു ഇന്ന ആഴ്ചയിൽ ഇത്ര ദിവസം പൈസ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഞങ്ങളുടെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല, എനിക്കില്ലായിരുന്നു. കാരണം ചിലപ്പോൾ എനിക്ക് ഇനി അത്യാവശ്യം വരുമാനമൊക്കെ അല്ല പൈസയൊക്കെ ഉള്ള വീട്ടിലാണെന്ന് തോന്നിയിട്ടായിരിക്കും സാറിന്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ തരാത്തതുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ കേസായിട്ട് ആദ്യം ഒരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ തേടി കേസുകൾ വന്നു. കാരണം എൻ്റെ വീടിനടുത്തധികം വക്കീലന്മാരില്ലാത്തതുകൊണ്ടും ഒക്കെ എന്നെ തേടി കേസ് വന്നപ്പോൾ ഞാൻ അതൊക്കെ സാറിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം ഇന്ന സമയത്ത് വരണം അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ഒരു എന്താ പറയുക ഒരു കമ്പൽസറി ഒരു പ്രശ്നം അത് എൻ്റെ കൂടെയുള്ള അവൾക്കും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസ് ഓക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളവിടെ ചെന്ന് ഞങ്ങളവിടെ പോയിട്ട് സീറ്റിലൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ബെഞ്ചിൽ ഫാനൊക്കെ നോക്കിയിട്ടേക്ക് ഇരിക്കുക. 11 മണിയായി ബെല്ലടിച്ചു കോടതി. അപ്പോഴും ഈ ഒരു ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരു 5-6 ജൂനിയർ അഡ്വക്കേറ്റ്സും അതുപോലെ തന്നെ പിന്നെ കുറച്ച് നല്ല ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് 2-3 വക്കീലന്മാരുമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കോടതി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. ഞങ്ങൾ തിരിച്ചു അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കോടതി എന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് നോക്കിയിട്ട് ചോദിച്ചു, എന്തു ചോദിച്ചു ഇതെന്താ ആരും ഇല്ലാത്ത എന്ന് ചോദിച്ചു. എന്ത് കോടതി എന്താ ഇത് ആരും ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അതിനിടയ്ക്ക് ഒരു കുറച്ച് പ്രായമുള്ള നല്ല സരസനായ ഒരു അഡ്വക്കേറ്റ് വേഗം എഴുന്നേറ്റ് പറഞ്ഞു, അത് എല്ലാവരും ജില്ല 1 പോയിരിക്കുവാന്ന് പറഞ്ഞു.
അപ്പം കോടതി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, എന്ത് ജില്ല ഒന്നില്ല. അപ്പം ഞങ്ങളും ഞങ്ങളും അതുപോലെ തന്നെ ഇതെന്തൊരു ജില്ല ഒന്നില്ല, ഇനിയിപ്പം അവരൊക്കെ വലിയ വലിയ കേസുകളുള്ള ആൾക്കാരായിരിക്കും, ജില്ല ഒന്നിൽ ഇന്ന് എന്തെങ്കിലും വലിയ ആൾക്കാർക്ക് കേസുകൾ കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ജില്ല ഒന്നിലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ വക്കീല് തന്നെ തിരിച്ച് വീണ്ടും മറുപടി പറഞ്ഞു, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അത് നമ്മുടെ സരിതാ നായർ വരുന്നുണ്ട്, ഇന്ന് ജില്ല ഒന്നിലേക്ക് സരിതാ നായരെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ സരിതാ നായരെ കൊണ്ടുവരുന്നത്, അപ്പോൾ സരിതാ നായരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വക്കീൽ അഭിഭാഷക സമൂഹം പോയിരിക്കുന്നത് എന്നുള്ളതും കൂടി പുള്ളി കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോടതിക്ക് ഭയങ്കരമായിട്ടില്ല എന്തോ പറയണേ, ഒരു വേറൊരു തരത്തിലുള്ള ഒരു ചിരി. അത് എനിക്ക് ഏത് രീതിയിൽ അത് പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ചിരി കോടതിയിൽ പറഞ്ഞു. ഞങ്ങളും ഒക്കെ അങ്ങ് സത്യം പറഞ്ഞ ഞങ്ങളും എല്ലാം അങ്ങ് ചിരിച്ചിട്ട് ഞങ്ങൾ ചിരിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ നോക്കിയിട്ട് വെച്ചു, നിങ്ങൾക്കാർക്കും അവരെ കാണാൻ പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അത് കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സരിതയെ ഭയങ്കര കോൺട്രവേഴ്സി, ഭയങ്കര പ്രശ്നമായിട്ട് സരിത കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാവരും എന്തുകൊണ്ടാണ്, ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് സരിത നായരെ കാണാൻ എല്ലാവരും കൂടി ഓടിപ്പോയത്. ഇനി അവരുടെ സ്റ്റൈല് കണ്ടിട്ടാണ്. പിന്നെ അതിനുശേഷമാണ് അവരുടെ ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, മോശമായ വീഡിയോ ഒക്കെ പുറത്തു വന്നതും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് മോശമായ അപവാദം പറയാൻ തുടങ്ങിയതും ഒക്കെ അതിനുശേഷമാണ് കേട്ടോ. അതിനു മുമ്പ് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവരെ കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര മനോഹരിയായ സ്ത്രീയാണ്, അവർ ഭയങ്കര ഭംഗിയായിട്ട് സാരി ഉടുക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണും. അത് കാണാനായിരിക്കാം നമ്മുടെ ഈ പക്ഷെ ലേഡി അഡ്വക്കേറ്റ്സും പോയി. എന്നാലും ജെൻസ് അഭിഭാഷക സമൂഹം, മെയിൽ അഡ്വക്കേറ്റ്സ് ആണ് കൂടുതൽ പറഞ്ഞു പോയത്. ഞാൻ അഭിഭാഷക സമൂഹത്തെ കളിയാക്കിയോ അവരെ ഒന്നും പറഞ്ഞതല്ല, ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. ഞാനും അഭിഭാഷക സമൂഹത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവാണ്. പക്ഷേ നമ്മുടെ ഈ വക്കീലന്മാര് സരിതാ നായർ എന്ന് പറയുന്ന ഒരാളിനെ കാണാൻ ഇത്ര ധൃതി പിടിച്ചില്ല ഒന്നിലേക്ക് പോയതിന്റെ കാര്യം ഞാൻ കുറേ ദിവസം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുപോട്ടെ, അങ്ങനെ അപ്പൊ ഞങ്ങൾ കേസൊക്കെ വിളിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് ജില്ല ഒന്നിന്റെ അടുത്തൂടെ പോവാം, എന്തോ അവിടെ സംഭവം നോക്കാമല്ലോ. എനിക്ക് എന്തുകൊണ്ടോ ആദ്യം മുതൽ തന്നെ എനിക്ക് സരിതാ നായർ വലിയ താല്പര്യമില്ല. ചിലപ്പം എന്നേക്കാൾ സൗന്ദര്യം കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവരുടെ ഒരു സ്റ്റൈലോ അവരുടെ സാരി ഉടുപ്പ്, ഇത് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ആ കാര്യം പറയുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് അവരെ അംഗീകരിക്കും. പക്ഷെ അവരിങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല, അവർ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടായില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പീഡന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോലീസിൽ പരാതിപ്പെടണം, തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അവരെ ഇഷ്ടമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നേക്കാൾ സൗന്ദര്യം അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പെൺമനസ്സിന്റെ ജലസി ആയിരിക്കാം, മേ ബി എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾ ജില്ല ഒന്നിൽ കൂടെ പോയി. ജില്ല ഒന്നിലേക്ക് ചെന്നപ്പോൾ സത്യം പറഞ്ഞില്ല, പണ്ടത്തെ മാവേലി സ്റ്റോറിലൊക്കെ ആൾക്കാർ അത് പിന്നെ ക്യൂ ആണെന്ന് പറയാം, ഇപ്പൊ സിവിൽ സപ്ലൈസ് നിൽക്കുന്ന പോലെ. പക്ഷേ ഇത് നമ്മൾ ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കൂല, അല്ലെ 50% വിലക്കിഴിവെന്ന് പറയത്തില്ലേ. പല ഓണത്തിന് ക്രിസ്മസിന് ഒക്കെ 50% വിലക്കിഴിവെന്ന് പറയുമ്പം നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ പിന്നെ ഓടി 50% വിലക്കിഴിവെന്ന് പറയുമ്പോൾ 100 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് കിട്ടുമല്ലോ, അല്ലെ 500 രൂപയുടെ സാധനം 250 രൂപയ്ക്ക് കിട്ടുമല്ലോ. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കേട്ടോ, കടകളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം. ഈ വിറ്റഴിയാത്ത സാധനങ്ങളും തുന്നൽ പൊട്ടിയ സാധനങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള മീൻസ് ഹൈ ക്വാളിറ്റി കൺട്രോളർ ചെക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ താഴോട്ടിടും. കാരണം അത് ചെക്ക് ചെയ്യുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കൂടി വിറ്റഴിക്കുന്നതാണ് ഈ ഒരു വിലക്കിഴിവെന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നഷ്ടം വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്ത ഈ സാധനങ്ങളെല്ലാം കൂടി ആൾക്കാർ മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് പറയും 50% വിലക്കിഴിവ്, എല്ലാവരും കൂടി ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാം കൂടി തരുമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരെയും കബളിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇടിച്ചു കയറി കടകളിൽ നിൽക്കില്ലേ. ഒരു 500 ആൾക്കാർ ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം റഷാണ്. അതാണ് കാരണം വളരെ ചുരുക്ക സമയത്തായിരിക്കും, വളരെ ചെറിയ ഒരു കാലയളവിലായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസത്തായിരിക്കും, ചിലപ്പോൾ 2 ദിവസത്തെ വിലക്കിഴിവായിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഇടിച്ചു കയറി ഭയങ്കര സാധനം വാങ്ങിക്കാൻ ഉന്തിത്തള്ളി പോകുന്ന കണക്കുള്ള ഒരു അത്രയ്ക്കും തിരക്ക്. പിന്നെ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ ആർത്തി ഉണ്ടല്ലോ കണ്ണിൽ. ഈ കാണാത്ത ഭക്ഷണം കഴിക്കാതെ 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരുത്തിന്റെ മുന്നിലേക്ക് ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചാൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അന്ത്രാളവും ആ ഒരു വെപ്രാളവും, എന്തോ പറയുക, എൻ്റെ ഒരു ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പം ആ ഒരു ആക്രാന്തം എന്നാ പറയാ, നമ്മൾ മലയാളികൾ പറഞ്ഞ ഒരു ആക്രാന്തം, ആ ആക്രാന്തമാണ് നമ്മുടെ ഈ അഭിഭാഷക സമൂഹം. പിന്നെ കുറെ പോലീസുകാരുണ്ട്, കുറെ മീഡിയാസ് ഉണ്ട്. പിന്നെ അവർക്ക് പിന്നെ അന്ന് ഭയങ്കര എന്താ പറഞ്ഞ ഭയങ്കര
ഇപ്പോഴും എന്തെങ്കിലും അവർക്കൊന്ന് കിട്ടിയാൽ മതി. നമ്മുടെ മീഡിയയ്ക്ക് അതൊരു ഉത്സവമാണ്. അതുപോലെ തന്നെ അത്രയും ആൾക്കാരാണ് അവിടെ ആക്രാന്തം പിടിച്ച് സരിതാ നായർ എന്ന് പറയുന്ന ഒരാളിനെ കാണാൻ പറ്റി. അത് ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ചിരിക്കുവാണ്. ഇവര് നമ്മളെ ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തിയോ അതോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ബഹുമതി